കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നാം നല്ലവരായതുകൊണ്ടല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നാം ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നാം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ടല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നാം യോഗ്യരായതുകൊണ്ടല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നാം കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നാം ഒരു രീതിയിലും കർത്താവിനെ പ്രസാദിപ്പിച്ചത് കൊണ്ട് അല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് തീർത്തും കർത്താവ് സ്നേഹമായതുകൊണ്ടാണ്. കർത്താവ് സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ഇറ്റ്സ് നോട്ട് ബൈ പവർ, ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ്, but by the Spirit saith the Lord. കർത്താവ് സ്നേഹമായതുകൊണ്ടും കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവാകയാലും സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, തൻ്റെ ആത്മാവിനാൽ തന്നെ കർത്താവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാലും കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിപ്പാൻ, നമുക്ക് അറിയുവാൻ, നമുക്ക് രുചിച്ചറിയുവാൻ നമുക്ക് അവസരത്തെ ലഭിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് കർത്താവിൻ്റെ ഹിതപ്രകാരം ഇടപെടട്ടെ. ഞാൻ നിങ്ങളോട് എത്ര നന്നായി വചനം സംസാരിച്ചാലും, നിങ്ങൾ എത്ര ശ്രദ്ധയോടെ വചനം കേൾക്കുന്നവരായാലും, നിങ്ങൾ എത്ര തന്നെ ഇത് എനിക്ക് മനസ്സിലാക്കണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയായാലും, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഈ വചനം ഗ്രഹിക്കാൻ കൃപ തന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ കഴിയൂ. നിങ്ങൾ ഈ കർത്താവിനെ എങ്ങനെയും കണ്ടെത്തണം എന്ന് വിചാരിച്ചാൽ കണ്ടെത്താൻ പറ്റില്ല. കർത്താവ് നിങ്ങൾക്ക് കർത്താവിനെ വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് കർത്താവിനെ കണ്ടെത്താൻ കഴിയൂ. നിങ്ങൾ എത്രത്തോളം കർത്താവിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചാലും, നിങ്ങൾ കർത്താവിനെ എത്രത്തോളം ഉറച്ചു വിശ്വസിച്ചാലും, പ്രിയമുള്ളവനെ, കർത്താവ് തന്നിൽ എപ്രകാരമാണ് വിശ്വസിക്കേണ്ടത്, തന്നിൽ എപ്രകാരമാണ് നിലനിൽക്കേണ്ടത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലൻ പത്രോസ്, അദ്ദേഹം പറഞ്ഞു, ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ അങ്ങയെ തള്ളി പറയത്തില്ല. കർത്താവ് പറഞ്ഞു, 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. അതേ കർത്താവ് 3 വട്ടം നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് തൻ്റെ മാർവോട് ആ നിത്യ സ്നേഹത്താൽ മാറോട് ചേർത്തണച്ചു. പത്രോസിന് ഒരു കാര്യം ബോധ്യമായി, ഞാൻ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടോ, ഞാൻ അധ്വാനിച്ചത് കൊണ്ടോ, ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടോ ഒന്നും കർത്താവിൻ്റെ സന്നിധിയിൽ വില പോകില്ല. കർത്താവ് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ഒന്നും നടക്കില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, the state of being poor in the spirit, ആത്മാവിൽ ദരിദ്രനായി തീരുന്ന അനുഭവം, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇടപെട്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. നിങ്ങൾക്കിത് മനസ്സിലാകാൻ ആരംഭിച്ചാൽ ഞാൻ സംസാരിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടെ സംസാരിക്കുന്ന വ്യക്തി ഒന്നുമല്ല, സ്തോത്രം, കേൾക്കുന്ന നിങ്ങളും ഒന്നുമല്ല, സകലതും കർത്താവ് മാത്രമായി മാറുന്ന അനുഭവം. ഇത് കേൾക്കുവാൻ, ഇത് അനുഭവിപ്പാൻ, ഇത് രുചിച്ചറിയുവാൻ എല്ലാം കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ആത്മാവ് തന്നെ എന്നോടും നിങ്ങളോടും
ഇടപെടട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ചില നാളുകളായിട്ട് ദൈവികതയുടെ രഹസ്യം എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഇടപെടുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് കൃപ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ എല്ലാം കഴിയുന്നത്. ഞാനിതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ത്? മുഴുവൻ മാനവും മഹത്വവും കർത്താവിന് മാത്രം. എനിക്ക് ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ, അങ്ങേ ഒന്ന് സ്നേഹിക്കുവാൻ, അങ്ങേ ഒന്ന് രുചിച്ചറിയുവാൻ, അങ്ങയോട് ഒന്ന് അടുത്തിരിക്കുവാൻ, അങ്ങേ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ഈ ഒരു സമയം, ഈ ഒരു സന്ദേശം കൊണ്ട് എനിക്ക് അങ്ങേ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അങ്ങ് എന്നെ അനുവദിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി പറയാം, നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ഞാൻ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഞാൻ നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത്. ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന പരിഹാരം ആവശ്യമാണ്, അതിനെല്ലാം ചേർന്ന ഒരു രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ ഇനിയും അടുത്ത തവണ ഈ വ്യക്തി എന്നെ കേൾക്കാൻ വരത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വരത്തുള്ളൂ, പ്രാർത്ഥിക്കാൻ വരത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി കഞ്ഞി കുടിച്ച് കിടക്കാൻ പറ്റൂ എന്ന നിലവാരത്തിൽ, നിങ്ങളുടെ നിലവാരമനുസരിച്ച്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച്, നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച്, നിങ്ങൾക്ക് മനസ്സിലാകുന്നതനുസരിച്ച് സംസാരിക്കാൻ അല്ല കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത്. പകരം കർത്താവ് നിങ്ങളോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അത് കർത്താവിൻ്റെ നിലവാരമനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടമാണ്. തീർത്തും ആത്മാവിൽ ദരിദ്രനായി ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രം ആശ്രയിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് കേൾക്കേണ്ടവരാണ് എങ്കിൽ, നിങ്ങളിത് ഗ്രഹിക്കേണ്ടവരാണ് എങ്കിൽ, നിങ്ങളിതൊന്ന് മനസ്സിലാക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ട് എങ്കിൽ, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടും എന്നോടും ഇടപെടും. ആ കാര്യത്തിൽ മാറ്റമില്ല. ഞാൻ ആമുഖമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം എന്നെ കേൾക്കുന്നവർ ഇത് മനസ്സിലാക്കണം. രണ്ട് രീതിയിലുള്ള ശുശ്രൂഷകൾ നമുക്ക് ഈ നാളുകളിൽ കാണാൻ കഴിയും. രണ്ടല്ല, പല രീതിയിലുണ്ട്. എങ്കിലും പൊതുവായിട്ട് ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലിരിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും വിളിച്ചു പറയുന്ന ഒരു നിലവാരം. മറ്റൊന്ന്, ആ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യൻ അത് ഇഷ്ടമൊന്നും അല്ല, താല്പര്യവുമില്ല, പക്ഷേ ദൈവം ആ വ്യക്തിയോട് അപ്രകാരമാണ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവാത്മാവിൽ മനസ്സിലാക്കി വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയല്ല, പകരം ദൈവവചനത്തിൽ നിന്ന് ദൈവാത്മാവ് തരുന്നതിനനുസരിച്ച് ദൈവിക പരിജ്ഞാനത്തോടും പക്വതയോടും കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇടപെടുക. ഏതാണ് ആവശ്യമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവികതയുടെ രഹസ്യം എന്ന വിഷയത്തിൽ ചില നാളുകളായി നാം സംസാരിക്കുകയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, പലരുടെയും പരാതിയാണ്, പലരുടെയും വിലാപമാണ്, യേശുക്രിസ്തു എന്തുകൊണ്ട് താൻ ദൈവമെന്ന് പറഞ്ഞില്ല എന്ന്. ഞാൻ ആ വിഷയം പലപ്പോഴായിട്ട് ഉത്തരം തന്നു. ഇനി സംസാരിക്കുമ്പോഴും യേശുക്രിസ്തു ആരെന്ന് ആർക്കെല്ലാം മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് യേശുക്രിസ്തു ആരെന്നും ഈ ചോദ്യത്തിനും എല്ലാം കൃത്യമായി മറുപടി കിട്ടും. ഒരു കാര്യം കർത്തൃനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കണം. ഒന്നാമതായിട്ട്, യേശുക്രിസ്തു ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൃപയും സത്യവും
നിറഞ്ഞവനായി പാർക്കും എന്ന വാഗ്ദത്തം പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്ക് എന്ന് പറഞ്ഞില്ലെന്നാണ് പലരുടെയും വിലാപം. എന്നാൽ യഹൂദൻ ഒരിക്കലും ഇത് പറയില്ല. കാരണം അറ്റ്ലീസ്റ്റ് തൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ അങ്ങനെ ഒരു കാര്യം പറയില്ല. കാരണം യോഹന്നാൻ സുവിശേഷമായാലും ഏത് സുവിശേഷമായാലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു താൻ ആരെന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെയും തൻ്റെ വാക്കിലൂടെയും വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ദൈവപുത്രൻ എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക്, യഹൂദന്മാരല്ലാത്ത നമുക്ക്, അതായത് ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും പഴയ നിയമപ്രകാരം ഉള്ള വിശ്വാസം ഇല്ലാത്ത നമുക്ക്, യഹൂദ പാരമ്പര്യവുമായി ഒരു ബന്ധവുമില്ലാത്ത നമുക്ക് അതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. അങ്ങനെയുള്ള നമ്മൾ പലപ്പോഴും പറയും, വിലപിക്കും, പരാതിപ്പെടും, കളിയാക്കും, ചോദ്യം ചെയ്യും, യേശുക്രിസ്തു ദൈവമാണെന്ന് എവിടെ പറഞ്ഞു എന്ന്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു താൻ ദൈവപുത്രൻ ആണ് എന്ന്. യഹൂദന്മാർക്ക് വ്യക്തമായി മനസ്സിലായി അതിൻ്റെ അർത്ഥം എന്ത് എന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം താൻ ദൈവം ആണ് എന്ന് തന്നെ ആണ്. മശീഹ എന്നാൽ വാഗ്ദത്തമാണ്. ദൈവം എന്നേക്കും ഇരിക്കുവാനുള്ള രാജാവ് ക്രിസ്തു. ദൈവവചനം യഹൂദന്മാരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്തോ അതെന്താണെന്ന് ഒന്ന് വായിക്കാനുള്ള ക്ഷമയെങ്കിലും നാം കാണിക്കണം. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ആ ഒരു സംഭവത്തിന് കാര്യമായിരിക്കുന്നത് 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ. ആ വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യം ആക്കി. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. ശീലോഹാം കുളമാണ്, അവിടെ 5 മണ്ഡപമുണ്ട്. അവിടെ ദൂതനിറങ്ങും, വെള്ളം കലക്കും. ആ വെള്ളം കലക്കുന്ന സമയത്ത് അവിടെ ആ വെള്ളത്തിൽ ആരാദ്യം ഇറങ്ങുന്നുവോ ആ മനുഷ്യൻ സൗഖ്യമാകും. ഈ മനുഷ്യൻ തന്നെ ചെന്നിട്ടും അതിനു മുൻപായിട്ട് മറ്റാരെങ്കിലും ഇറങ്ങും, ആ മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ല എന്നെല്ലാം കർത്താവ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് ആ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ആ ഒരു പദം നമുക്ക് ഇംഗ്ലീഷ് വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഓൾഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ, കിങ് ജെയിംസ് വെർഷനിലേക്കൊക്കെ വരുമ്പോൾ thou be made whole, അതായത് നിനക്ക് പൂർണ്ണനാകുവാൻ മനസ്സുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിനക്ക് പൂർണ്ണനാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു? കാരണം യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടാണ്. ദൈവത്തിന് മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ പറ്റൂ. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കർത്താവ് തൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുവാൻ വേണ്ടിയാണ്. ഒരു ദൈവത്തിൻ്റെ സന്തതി എന്ന പദവി എന്ന് പറയുന്നത് അതൊരു പൂർണ്ണതയുള്ള പദവിയാണ് എന്ന കാര്യം നിങ്ങളും ഞാനും മറന്നു പോകരുത്. എന്നാൽ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആ രോഗിയെ സൗഖ്യമാക്കിയത് ഒരു ശബത്ത് ദിവസത്തിലാണ്. മനുഷ്യനായി പിറന്ന ആർക്കും ശബത്ത് ലംഘിക്കാൻ, അതായത് യഹൂദനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശബത്ത് ലംഘിക്കാനായിട്ട് അനുവാദമില്ല. ന്യായപ്രമാണ പ്രകാരം അനുവാദം ഇല്ല. ഇത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ
യേശു ക്രിസ്തു പലപ്പോഴും ശബത്ത് ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങളോട് വ്യക്തമായ ഒരു കാര്യം പറയാം. ശബത്ത് നൽകിയിരിക്കുന്നത് മനുഷ്യർക്ക് പാലിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശബത്ത് നൽകിയിരിക്കുന്നത് മനുഷ്യർക്ക് പാലിക്കുവാൻ വേണ്ടിയാണ്. ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണം. എന്നാൽ ന്യായപ്രമാണം നൽകിയ ദൈവം സാക്ഷാൽ വചനമായവൻ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് തനിക്ക് മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ഞാനത് നടപ്പാക്കുന്നില്ല. ന്യായപ്രമാണത്തെക്കാളും താൻ വലിയവനാണ്, ശബത്തിനേക്കാളും വലിയവനാണ്. ഏത് ആചാര അനുഷ്ഠാന യാഗ പാരമ്പര്യം ഏത് കാര്യങ്ങളെക്കാളും താൻ വലിയവനാണ്, താൻ ദൈവമാണ് എന്ന് തൻ്റെ ഓരോ പ്രവൃത്തി കൊണ്ടും തെളിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരം പ്രവർത്തിച്ചു, ശബത്ത് ദിവസത്തിൽ കിടക്കയെടുത്ത് നടക്കാൻ ഒരു മനുഷ്യനോട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നി എന്ന് ആയിരുന്നു കർത്താവിനോട് അവർ ചോദിച്ചു എന്ന് മാത്രമല്ല, കർത്താവ് അവരെ ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു, അപമാനിക്കുവാൻ ആരംഭിച്ചു. അതുമാത്രവുമല്ല, താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വെളിപ്പെടുത്തിയോടുകൂടി, അവിടെ പറഞ്ഞതോടുകൂടി താൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു എന്ന ഒരു കാര്യവും കൂടി അവിടെ വരികയാണ്. അതായത് താൻ ദൈവത്തോട് സമനായിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റവും കൂടി കർത്താവിന്റെ തലമേൽ വന്നു. അവർ അന്നു മുതൽ കർത്താവിനെ കൊല്ലുവാനുള്ള ആലോചനയും തുടങ്ങി. പ്രിയപ്പെട്ടവനെ, കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവമാണ് എന്ന് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു. അത് പറഞ്ഞത് യഹൂദന് മനസ്സിലാകുന്ന രീതിയിലാണ്. യഹൂദന് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പറഞ്ഞു? താൻ ദൈവപുത്രനാണ് എന്ന്. എന്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറഞ്ഞു? കാരണം ദൈവം പുത്രനായി വെളിപ്പെടും, വരും എന്ന വാഗ്ദത്തം യഹൂദനുള്ളത് കൊണ്ട്. അതാണ് ക്രിസ്തു, അതാണ് മശീഹ, അതാണ് യശുവാഹ മശിയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം ജാതികളായ നമുക്ക് മനസ്സിലാക്കാൻ പാടാ. എന്തുകൊണ്ട് യേശുക്രിസ്തു ശബത്തിനെ പാലിച്ചില്ല? കർത്താവ് തന്നെയല്ലേ ശബത്ത് കൊടുത്തത്. എന്തുകൊണ്ട് കർത്താവ് അത് പാലിച്ചില്ല? കാരണം കർത്താവ് അതിന് പറയുന്ന ഒരു പദമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും എപ്പോഴും പ്രവർത്തിക്കുന്നു. ദൈവത്തിന് ശബത്തില്ല. ന്യായപ്രമാണം കൊടുത്തപ്പോഴാണ് ജനത്തിന് ശബത്തെന്ന ആചാരം ലഭിച്ചത്. ന്യായപ്രമാണം ആർക്കാണ് കൊടുത്തത്? ഇസ്രായേൽ ജനത്തിന്. എന്തുകൊണ്ട് ന്യായപ്രമാണം കൊടുത്തു? എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? കാരണം നമുക്ക് നിയമം പാലിക്കാതെ ജീവിക്കുന്ന, ലോലസ്സായിട്ട്, അതായത് ഒരു രീതിയിലും അച്ചടക്കമില്ലാതെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന സ്വഭാവമുള്ള ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം. ആ മനുഷ്യ സമൂഹത്തിന് അച്ചടക്കം വരണമെങ്കിൽ നിയമം വരണം. നിയമം അനുസരിക്കുന്നിടത്തെ അച്ചടക്കമുള്ളൂ. ആരാണോ ഒരു ലോ അബൈഡിങ് സിറ്റിസൺ ആയിട്ടുള്ളത്, ആ വ്യക്തി ആ രാജ്യത്തിന് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാണ്. നിയമവും ശബത്തും ശബത്താചരണവും എല്ലാം കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ്. മനസ്സിലാക്കണം, അവർ ഹൃദയ കാഠിന്യമുള്ളവർ, അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുന്നവർ. അവർ വാങ്ങുന്ന ഒരല്പം ജീരകം വാങ്ങിച്ചാൽ അതിനും അവർ ദശാംശം കൊടുക്കും, അരി വാങ്ങിച്ചാൽ അതിലും അവർ ദശാംശം കൊടുക്കും. എന്നാൽ ഹൃദയം കൊണ്ട് ദൈവവുമായി അകന്നിരിക്കുന്നവർ വെള്ള തേച്ച ശവക്കല്ലറ. അങ്ങനെയുള്ള ജനത്തിന് കൊടുത്ത ന്യായപ്രമാണത്തിൽ
ഉള്ള ഒരു ആചാരമാണ് ശബാത്ത് അല്ലെങ്കിൽ ശബത്ത്. ആരാ കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. ആർക്ക് പാലിക്കുവാൻ വേണ്ടിയാണ്? മനുഷ്യന് പാലിക്കുവാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം, യേശു ക്രിസ്തു ശബത്ത് ലംഘിച്ചത് താൻ മനുഷ്യനല്ല, താൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നവനാണ് എന്ന് കർത്താവിന് നല്ല ബോധ്യമുണ്ട്. അത് നമുക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കണം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സോ ദ ജൂയിഷ് ലീഡേഴ്സ് ബിഗാൻ ഹറാസിംഗ്. കർത്താവിനെ യഹൂദ മത അനുസാരികൾ, നേതാക്കന്മാർ ഹറാസ് ചെയ്യാൻ ആരംഭിച്ചു, ഉപദ്രവിക്കാൻ ആരംഭിച്ചു, അപമാനിക്കുവാൻ ആരംഭിച്ചു. താൻ ദൈവമാണെന്നുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു ബന്ധിക്കപ്പെട്ട അടിമയായി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒന്നോർക്കണം, ആരാണോ അവർക്ക് ന്യായപ്രമാണത്തെ കൊടുത്തത് ആ ദൈവത്തെ അവർ അപമാനിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്കും നിങ്ങൾക്കും കർത്താവ് എന്ന് പറയുന്നത് മറിയയുടെ മകൻ, യോസഫിന്റെ മകൻ, അല്ലെങ്കിൽ ഒരു യഹൂദൻ, അല്ലെങ്കിൽ ഒരു ജൂയിഷ് കാർപ്പന്റർ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികളുടെ ദൈവം എന്നൊക്കെയാണ്. അങ്ങനെയല്ല. കർത്താവ് എത്രത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് നമുക്കാർക്കും നമ്മുടെ ആയുസ് കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി എന്നൊക്കെ പറയാൻ വളരെ സുന്ദരമാണ്. പക്ഷേ കർത്താവിന്റെ ജനനം മുതൽ കർത്താവിന്റെ ആ ജീവിതം, ഓരോ നിമിഷവും താൻ എത്രത്തോളം തന്നെത്താൻ താഴ്ത്തിയെന്ന് ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തു വചനം ജഡമായി തീർന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത അരുമനാഥനാണ്. സാക്ഷാൽ വചനമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന, അദൃശ്യനായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ ദൃശ്യമായ ദൈവത്തിന്റെ പ്രതിമയാണ്, ദൈവവചനമാണ്, സകല സൃഷ്ടിയുടെയും ആധാരമാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പഴയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദൈവത്തെ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തി തരുന്ന ആ അരുമനാഥനെ, ആ നമ്മുടെ പരമപിതാവിനെ, അത് ക്രിസ്തുവിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ വേറെ ഒരു മാർഗത്തിലൂടെയും സത്യദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന് മഹത്വം. സോ ജൂയിഷ് ലീഡേഴ്സ് ബിഗാൻ ഹറാസിംഗ് ജീസസ് ഫോർ ബ്രേക്കിംഗ് ദ സബത്ത് റൂൾസ്. ശബത്ത് നിയമം ലംഘിച്ചതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ മതാനുസാരികൾ ഉപദ്രവിക്കുവാൻ, അപമാനിക്കുവാൻ ആരംഭിച്ചു. വെറുതെ അപമാനിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്, മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരുടെ ഒരു രീതിയുണ്ട്. ആദ്യം അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? കാർക്കിച്ച് തുപ്പും. എന്നിട്ട് ദേഹത്തടിക്കത്തില്ല, തലക്കിട്ട് തന്നെ അടിക്കും. ഈ രണ്ട് കാർക്കിച്ച് തുപ്പി തലക്കിട്ട് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ അവൻ അപമാനിക്കേണ്ട നല്ലൊരു ശതമാനം അപമാനിച്ചും തീർക്കും. ഇവൻ ഇത് അങ്ങോട്ട് തുടരുകയും ചെയ്യും. ഒരാള് തുടങ്ങും, കൂടെയുള്ള എല്ലാവരും കൂടെ അങ്ങോട്ട് ഏറ്റുപിടിക്കും. മോബ് വയലൻസ്. ഇതാണ് യഥാർത്ഥ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നേ വസ്ത്രമില്ലാത്തവനായിട്ട്, അല്ലെങ്കിൽ വസ്ത്രം കീറിയവനായിട്ട്, ചോര വാർന്നൊലിക്കുന്നവനായിട്ട്, അവരുടെ എല്ലാം തുപ്പലും മറ്റുമെല്ലാമുള്ള ആ നാറ്റവും ഏറ്റ് മാത്രമേ ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എന്റെ ദൈവം ഇതും സഹിച്ചു. ഈ ദൈവത്തെ മനസ്സിലാക്കാൻ ഈ ദൈവം അനുവദിച്ചാൽ മാത്രമേ പറ്റൂ, അല്ലാതെ ആർക്കും കഴിയില്ല. ഇതാണ് ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയ യുണീക്നെസ്, പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും വരാം. അവർ കർത്താവിനെ ഹരാസ് ചെയ്യാൻ ആരംഭിച്ചു ശബത്ത് ലംഘിച്ചതിന്. എന്തുകൊണ്ടാ? അവർക്ക് കർത്താവ് ആരെന്നറിയില്ല, അല്ലെങ്കിൽ അവരുടെ കണ്ണ് അന്ധമായിരുന്നു. ഇന്നും പലരുടെയും കണ്ണ് അന്ധമായിരിക്കുന്നത് പോലെ. എന്നാൽ കർത്താവ് അതിന് കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് ഭയന്നു വിറച്ചു മാറിയില്ല, അയ്യോ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ല. പകരം
കർത്താവ് എന്താ സംസാരിച്ചത്? കർത്താവ് സംസാരിച്ചത് ഇതാണ്, 17-ാമത്തെ വാക്യം. ബട്ട് ജീസസ് റിപ്ലൈഡ്, എന്നാൽ യേശു ക്രിസ്തു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞാനും അപ്രകാരം തന്നെ. എന്തുകൊണ്ട്? യേശു ക്രിസ്തു പിതാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനും അപ്രകാരം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാനും അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു. കാരണം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ് ക്രിസ്തു. ദൈവം സകല പ്രവൃത്തികളും ചെയ്യുന്നത് തന്റെ വചനത്തിലൂടെയാണ്. മനസ്സിലാക്കണം, ദൈവം തന്റെ സകല പ്രവൃത്തികളും ചെയ്യുന്നത് തന്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവം എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. മനസ്സിലാക്കണം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലതും വചനം മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായത് അല്ല. എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, അപ്രകാരം തന്നെ ഞാനും. എന്റെ പിതാവ് എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാ? കാരണം പിതാവിന്റെ ചിന്തയാണ് പുത്രന്റെ ചിത്ത. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വന്നിരിക്കുന്നു. എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തിയെ ചെയ്യുന്നു, ഞാൻ പിതാവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തിയെ ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ഓരോന്നായിട്ട് ഡൈസെക്ട് ചെയ്ത് പരിശോധിച്ചു നോക്കൂ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഓരോ പ്രവൃത്തിയും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളാണ് യേശു ക്രിസ്തു ചെയ്തത്. ഇവിടെ എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും അപ്രകാരം തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നറിയാവോ? 18-ാമത്തെ വാക്യം എന്താ പറയുന്നത്? So the Jewish leaders tried all the harder to find a way to kill him. എരുതിയിൽ എണ്ണ എടുത്തൊഴിക്കുന്നത് പോലെ ആയിരുന്നു ആ ഉത്തരം. എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അതായത് ഞാൻ ശബത്തിലും ദൈവമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് ശബത്താചരിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യനാണ് ശബത്താചരിക്കേണ്ടത്. അബ്രഹാമിന് മുൻപേ ഞാനുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. മറുരൂപമലയിൽ മോശയും ഏലിയാവും കർത്താവിന് പ്രത്യക്ഷനായി എന്ന് അവിടെ കാണാൻ കഴിയും. ലോകപ്രകാരം തനിക്ക് മുൻപേ ജനിച്ച യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, കർത്താവിനെ കുറിച്ച് സാക്ഷി പറയുന്നത്, കർത്താവ് എനിക്ക് മുൻപേ ഉള്ളവൻ, കർത്താവിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. മാത്രമോ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നവൻ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഈ സംസാരിക്കുന്നത് കൊണ്ട്, കാര്യം കൊണ്ട്, ഈ വചനം കേട്ടിട്ട് നിങ്ങളുടെ കടം മാറില്ല, നിങ്ങളുടെ കുടുംബ പ്രശ്നം മാറില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരില്ല. പക്ഷേ നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങളിൽ ജീവനുള്ളതായിരിക്കും. കർത്താവുമായിട്ട് നിങ്ങൾക്കൊരു ജീവനുള്ള ബന്ധം, ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചാൽ നിങ്ങൾക്ക് കഴിയും. ദൈവാത്മാവ് സഹായിച്ചാൽ മാത്രമേ കഴിയൂ, നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ടും കഴിയില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കും. രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർ, കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്കറിയാം. പലർക്കും അറിയില്ല.
പലരുടെയും വിചാരം ഈ ഒരു വിഷയത്തിന് പരിഹാരം കിട്ടിയാൽ എല്ലാമായി. ഏതാണോ വിഷയം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ അതല്ല വിഷയം. ഒന്നാമതായിട്ട് ഞാനും ദൈവവുമായുള്ള ബന്ധമാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിന്റെ എല്ലാം മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയരുത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടവണ്ണം സ്നേഹിക്കരുത്, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവണ്ണം നിൽക്കരുത്, എന്നിൽ ദൈവം വസിക്കേണ്ടവണ്ണം വസിക്കരുത്. അങ്ങനെ ഒന്നും വരാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ നിങ്ങളുടെ വിഷയത്തിൽ കെട്ടിയിടും. ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ. അങ്ങനെ ആകരുത് എന്നാണ് കർത്താവിന്റെ ഹിതം. ഇവിടെ വായിക്കുമ്പോൾ, സോ ദ ജൂയിഷ് ലീഡേഴ്സ് tried all the harder to find a way to kill him. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ഹരാസ് ചെയ്തു എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ഏറ്റവും കഠിനമായ നിലവാരത്തിൽ അവർ പരിശ്രമിക്കാൻ ആരംഭിച്ചു, പരിശ്രമിച്ചു പോന്നു. എന്തുകൊണ്ട്? എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അത് കേട്ടതും അവർ കർത്താവിനെ എങ്ങനെയും കൊല്ലണം എന്നുള്ള മനോഭാവത്തിലേക്ക് അവർ എന്തുകൊണ്ട് വന്നു? മനസ്സിലാക്കണം. എന്താ കാര്യം? For he not only broke the Shabbat, he called God his Father, thereby making himself equal with God. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ശബത്ത് ലംഘിച്ചു എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായ രീതിയിൽ പറഞ്ഞു, ദൈവം എൻ്റെ പിതാവാണ്. ശബത്ത് ലംഘിച്ചു, ദൈവം എൻ്റെ പിതാവാണെന്ന് പറഞ്ഞു. രണ്ടിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവർക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലാവില്ല എങ്കിലും കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു, തൻ്റെ പ്രവൃത്തിയിലൂടെ. എന്ത് പ്രവൃത്തിയിലൂടെ? 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ അറിയില്ല യേശു ക്രിസ്തു ആരെന്ന്, ആ മനുഷ്യൻ അറിയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സൗഖ്യമുണ്ടെന്ന്. ഇവിടെ എല്ലാവരും പറയുമല്ലോ, വിശ്വസിക്ക് കർത്താവ് സൗഖ്യമാക്കും, വിശ്വസിക്ക് കർത്താവ് സൗഖ്യമാക്കുമെന്ന്. വിശ്വസിക്കാതെയും കർത്താവ് ആരെന്നറിയാതെയും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. കാരണം കർത്താവ് ദൈവമാണ്. കർത്താവ് അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. പാപിയായവൻ, പാപം നിമിത്തം രോഗം വന്നവൻ, ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ പറയുന്നുണ്ട്, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതെന്ന് ആ മനുഷ്യന് കർത്താവ് വാണിംഗ് കൊടുക്കുന്നത് നമുക്ക് കാണാം. വേദപുസ്തകത്തിൽ, സുവിശേഷത്തിൽ കർത്താവ് ആരോടും അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ പാപം തന്നെ ചെയ്തു. അവൻ കർത്താവിനെ ശപിച്ചു. തന്നെ ശബത്ത് ദിവസത്തിൽ സൗഖ്യമാക്കിയത്, തന്നെ കൊണ്ട് ശബത്ത് ലംഘിപ്പിച്ചത് കർത്താവാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. കർത്താവ് ദൈവമാണെന്ന് യഹൂദന്മാർ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ കർത്താവിനെ ക്രൂശിക്കില്ല. 1. 2, അവർ കർത്താവിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. എന്നാൽ അവരുടെ കണ്ണ് മൂടപ്പെട്ടു. എന്തുകൊണ്ട്? കാരണം കർത്താവായ യേശു ക്രിസ്തു വന്നത് താൻ ദൈവമാണ്, എന്നെ ആരാധിക്ക് എന്ന് പറയുവാനല്ല, പകരം താൻ തൻ്റെ ദൈവികത്വം മാറ്റിവെച്ച് ഉപേക്ഷിച്ച് ഒരു ബന്ധിക്കപ്പെട്ട ഒരു അടിമയ്ക്ക് സമമായി ഇറങ്ങി വന്ന്, ഒരിക്കൽ മനുഷ്യനായി ജനിച്ചാൽ മരണമുണ്ട്, എന്നാൽ മനുഷ്യൻ മരിച്ച് അവന്റെ ജീവിതം എന്നേക്കുമായി പാപത്തിന്റെ ശമ്പളം വാങ്ങുവാനായി എന്നേക്കുമായി അവൻ നിത്യമരണത്തിലേക്ക് പോകുന്നതിന് പകരം തന്നെ അന്വേഷിക്കുന്ന ഏത് ബുദ്ധിമാനുണ്ടോ, ലോകത്തിന്റെ ഏത് അറ്റത്തുണ്ടോ, ഏത് കാട്ടിന്റെ ഉള്ളിലുണ്ടോ, ഏത് ജാതിയിലുണ്ടോ, മതത്തിലുണ്ടോ, വർണ്ണത്തിലുണ്ടോ, ലിംഗഭേദ വ്യത്യാസമില്ലാതെ അവരേവരെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ, തന്റെ സന്തതിയാക്കി മാറ്റുവാൻ ദൈവം അറുക്കപ്പെട്ട കുഞ്ഞാട് തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നു. ദൈവത്തിന്റെ യാഗമായി ദൈവം തന്നെ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ യാഗമായി ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നു.
മനസ്സിലാക്കണം, ദൈവം നീതിയുള്ളവനാണ്. മനുഷ്യന്റെ പാപം മനുഷ്യനിൽ കെട്ടിവച്ചില്ല, മറിച്ച് താനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്റേതാണ്, എനിക്ക് വേണ്ടിയുള്ളവരാണ്. അതാണ് ദൈവസ്നേഹം. തന്റെ സ്നേഹം നിമിത്തം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നാം അകൃത്യഭാരം ചുമക്കുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ മക്കളായി, വഷളായി നടക്കുന്നവരായി, ദൈവമാരെന്ന് അറിയാത്തവരായി നാം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നവർ കേട്ടു. മാത്രമല്ല, താൻ ശബത്ത് ലംഘിച്ചു, താൻ ദൈവത്തോട് തന്നെത്താൻ സമനാക്കി എന്ന് കണ്ടപ്പോൾ അവരുടെ നിയന്ത്രണം പോയി. For he not only broke the Shabbat, he called God his father, thereby making himself equal with God. ശബത്ത് ലംഘിച്ചു എന്ന് മാത്രമല്ല, താൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. അതിലൂടെ യഹൂദന് മാത്രം മനസ്സിലാവുന്ന സത്യം, താൻ ദൈവത്തിന് സമനാണ് എന്ന് പറഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് മനസ്സിലായെങ്കിലും നമ്മിൽ പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മിൽ പലരും ഇന്നും പറയുന്നു, യേശുക്രിസ്തു ദൈവമെന്ന് എവിടെ പറഞ്ഞു? യേശുക്രിസ്തു താൻ ദൈവമാണ്, എന്നെ ആരാധിക്കുന്ന എവിടെ പറഞ്ഞു? എന്നെല്ലാം വെറുതെ ചോദിച്ച് സമയം കളയുന്നുണ്ട്. വേദപുസ്തകം വായിച്ചാൽ പോരല്ലോ, കേട്ടാലും പോരല്ലോ. കർത്താവ് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കൃപ തരണ്ടേ? നിങ്ങളും യഹൂദന്മാരെ പോലെ കേട്ടാൽ മനസ്സിലാകാത്ത, കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ നിങ്ങളുമാണ് എങ്കിൽ ഒരു രക്ഷയുമില്ല. അങ്ങനെ ആകാതിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ ഗ്രഹിപ്പാൻ തക്കവണ്ണം പ്രകാശിക്കട്ടെ. നിങ്ങളിൽ ക്രിസ്തു വസിക്കട്ടെ. നിങ്ങളിൽ ക്രിസ്തു വസിച്ച് നിങ്ങളും ക്രിസ്തുവും ഒന്നായി, ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ആ പിതാവിന്റെ പുത്രന്റെയും കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുമായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഏവരെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. എന്താണ് വായിച്ചത്? So the Jewish leaders began harassing Jesus for breaking Shabbat rules. But Jesus replied, "My Father is always working, and so am I." So the Jewish leaders tried all the harder to find a way to kill him. For he not only broke the Sabbath, he called God his Father, thereby making himself equal with God. ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചിട്ട് ഞാൻ ഇന്നത്തേക്ക് ഈ വചനം ഇവിടെ നിർത്താനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു ശബത്തിൽ ഇത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ കർത്താവിനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ കർത്താവ് ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ കർത്താവിനെ കൊല്ലുവാൻ അധികമായി ശ്രദ്ധിച്ചു പോന്നു. ഇതെല്ലാം വായിച്ചാലും ചോദിക്കും, യേശു ദൈവം എന്ന് എവിടെ പറഞ്ഞു എന്ന്. അങ്ങനെ പറയുന്നവരോട് സഹതാപം മാത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആരെന്നറിഞ്ഞ് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൽ വസിച്ച് കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. അവർ ദൈവത്തിന്റെ സന്തതിയാണ്. അപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ സംസാരിച്ച വചനം വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ കേട്ടതിൽ സംശയങ്ങളുണ്ടെങ്കിൽ, if you have doubts, you should definitely call me or you can ask me now. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്നോട് വിളിച്ച് ചോദിക്കാം. ഞാൻ കർത്താവ് തരുന്നത് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്
ഗ്രഹിക്കാനും ദൈവം തന്നെ നിങ്ങളെ സഹായിക്കട്ടെ.